ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാറ്റ് ഡ്രീംസ്. അപ്പം ഇന്ന് എൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് പോണത്, അതും ഒറ്റയ്ക്കാണ് പോണത്. ദേ ഈ നിപ്പ് തന്നെയായിരുന്നു അവിടെ എത്തണ വരയ്ക്കും. കാരണം എനിക്കൊരു കുന്തും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ടാക്കിയിട്ട് വീട്ടിലുള്ളവരൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞെങ്കിലും ഞാൻ വൻ ടെൻഷനിലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കിട്ടാത്ത പണികളില്ല അതിൻ്റെ ഉള്ളിൽ, ഫുൾ ഓഫ് ടെൻഷനും പണിയും. അപ്പം ഞാൻ കൊച്ചിയിൽ നിന്ന് നേരെ പോണത് നോർത്തേൺ അയർലാൻഡിലേക്കാണ്. അപ്പോൾ പോണ വഴിക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇതുപോലെ കുറച്ച് സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടു നമ്മൾ എയർപോർട്ടിൽ. അങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കയറി അപ്പം തന്നെ മോസ്റ്റ്ലി അറിയുന്നുണ്ടായിരിക്കും ആൾക്കാർക്ക്, എന്നാൽ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അവർ നമ്മുടെ ലഗേജ് റാപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹായ്, നല്ലൊരു സർവീസ് ആദ്യം തന്നെ കിട്ടി. ഞാൻ കൊണ്ടു കൊടുത്തു, എൻ്റെ പെട്ടികളൊക്കെ കൊണ്ടു കൊടുത്തു. എന്നിട്ട് അവർ റാപ്പ് ചെയ്തു, ഡബിൾ റാപ്പ് ചെയ്ത് തന്നു. എന്നിട്ട് ലാസ്റ്റാണ് അവർ പറഞ്ഞത് ഇത് പൈസയ്ക്കാണ്, അപ്പം ഡബിൾ റാപ്പ് ചെയ്തുകൊണ്ട് അവർ 1000 രൂപ തരണമെന്ന് പറഞ്ഞു. അതിൽ തന്നെ എൻ്റെ ഫസ്റ്റ് കിളിപ്പോയി. എനിക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസിൽ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നതിൽ ഇത് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെയായിരുന്നു എൻ്റെ വൻ നഷ്ടം, ആദ്യത്തെ നഷ്ടം. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ എൻ്റെ ഫ്ലൈറ്റിൽ കയറി. അപ്പം കൊച്ചിയിൽ നിന്ന് നേരെ ദുബായിക്കായിരുന്നു. അപ്പം പുലർച്ചെയായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ആയിരുന്നു. എന്നാലും എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഈ ലാൻഡിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ടേക്ക് ഓഫൊക്കെ വൺ സീൻ. അതായത് അത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഞാൻ പോയതിൽ ലൈക്ക് ഫ്ലൈറ്റിൽ പോയതിൽ എനിക്ക് ഏറ്റവും എന്താ പറയുക എന്തോ ഒരു അടിപൊളി സംഭവം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ലാൻഡിങ്ങിൻ്റെ ടൈമിലും ടേക്ക് ഓഫിൻ്റെ ടൈമിലും നമ്മൾ എന്തെങ്കിലും ഒരു ചെയ്തുകൊണ്ടിരുന്നത്, ലൈക്ക് അങ്ങനെ ച്യൂയിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അറ്റ്ലീസ്റ്റ് ആ ആക്ഷനെങ്കിലും ഇട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു സംഭവമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും ആ ഒരു ഇത് ലൈക്ക് ചെവിയിൽ വേദന വരുന്നുണ്ടായിരുന്നു. അപ്പം ഇതെനിക്ക് അങ്ങനെ പറഞ്ഞെന്നൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ച്യൂയിങ്ങമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലും ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഉറക്കമൊക്കെ പറഞ്ഞ പോലെയായിരുന്നു. ഞാൻ പുലർച്ചെ പോയതുകൊണ്ടും ദുബായിലെത്താനായിട്ട് ലൈക്ക് അവിടുത്തെ 5:30 ആയിരുന്നു സമയം എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി. അവിടുത്തെ ടെർമിനലാണെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ അത്യാവശ്യം എന്താ പറയുക ബസ് പിടിച്ചും ലോറി പിടിച്ചും ട്രെയിൻ പിടിച്ചും വരെയൊക്കെ പോയാലാണല്ലോ അടുത്ത ടെർമിനലിലേക്ക് എത്തുള്ളൂ. അപ്പം എങ്ങനെയൊക്കെ ഉരുണ്ട് പുരണ്ട് അവിടെ എത്തി. അതുപോലെ തന്നെ അടുത്ത ഫ്ലൈറ്റ് കയറുമ്പോൾ ലൈക്ക് എനിക്കൊരു ചേട്ടനെ കൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ട് പിടിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം രണ്ടും നമ്മൾ എമിറേറ്റ്സ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ നല്ലതായിരുന്നു, നല്ല സർവീസായിരുന്നു. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ലൈക്ക് സൂപ്പർ എന്നല്ല, അതായത് സർവീസ് നല്ലതായിരുന്നു. ഫുഡ് നമ്മൾ എന്താ പറയുക നമ്മൾ മലയാളികളായതുകൊണ്ട് അവരുടെ ഫുഡ് എന്തായാലും പിടിക്കണമെന്നില്ല, എനിക്ക് വലിയ പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ഫ്ലൈറ്റിലും ഞാൻ വിൻഡോ സീറ്റായിരുന്നു. ലൈക്ക് പക്ഷേ ദുബായിൽ നിന്ന് കിട്ടിയതിൽ നമുക്ക് ഫ്ലാപ്പിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദുബായിൽ നിന്ന് ലണ്ടനിലേക്കാണെങ്കിൽ അത്യാവശ്യം ഒരു 8 മണിക്കൂർ ട്രാവലും ഉണ്ടായിരുന്നു. വൻ ബോറ്, ലൈക്ക് ആ ഒരു കാഴ്ച കാണാനുള്ള എൻ്റെ ഒരു ഫുൾ കോൺഫിഡൻസും പോയി. പോരാത്തിന് ഒടുക്കത്തെ വെയിലും, നമ്മൾ പിന്നെ ആകാശത്തായതുകൊണ്ട് ഒന്നും പറയാനില്ല, ഒടുക്കത്തെ വെയിൽ കണ്ണടച്ചിട്ട് അങ്ങോട്ട് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉള്ളിലത്തെ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ നോക്കിയതിൽ ശ്രദ്ധിച്ചൊരു സംഭവമാണ് ലൈക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല, നമ്മുടെ ഫ്ലൈറ്റിലെ ബാത്റൂമിന് ലെവട്രി എന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ എല്ലാ സെറ്റപ്പും ജസ്റ്റ് ഒന്ന് ഫുൾ വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കാണിക്കാമെന്ന് വെച്ചു. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡാണെങ്കിലും മോസ്റ്റ്ലി ഞാൻ വെജായിരുന്നു, ലോങ് ട്രാവലല്ലേ, അപ്പോൾ അതുകൊണ്ട് വെജായിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഫുഡ് ലൈക്ക് അടിപൊളിയാവുമെന്ന് കേട്ടിട്ട് അടിപൊളി ആയിരിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ ബീഫ് ഓപ്ഷൻ വന്നതിൽ ഞാൻ ബീഫായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും കൊള്ളൂല, ലൈക്ക് നമ്മുടെ ആ ഒരു നാട്ടിലെ പോലെ ആയിരിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും കൊള്ളൂലായിരുന്നു. പക്ഷേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സൂപ്പറായിരുന്നു. അങ്ങനെ ഞാൻ സമയം കളയാൻ വേണ്ടിയിട്ട് എന്താ പറയുക സിനിമ കാണുക, അതുപോലെ തന്നെ ഗെയിമുകൾ കളിക്കുക. പിന്നെ കുറേ നേരം ഈ ഫ്ലൈറ്റിൻ്റെ തന്നെ പല പല ആംഗിളിലുള്ള ക്യാമറയിൽ നോക്കുക എപ്പെത്തും, അതുപോലെ തന്നെ മാപ്പ് എടുത്ത് നോക്കുക എത്താറായോ എന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇതിലുള്ള ഒരു എന്താ പറയുക എൻ്റെ നേരം പോക്കുകൾ അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ അടുത്ത ലാൻഡിങ് ആയി. അതുപോലെ ലണ്ടനിലെത്തിയിട്ടാണെങ്കിൽ എയർപോർട്ടിൽ എന്താ പറയുക ഇല്ലാത്ത സീനുകളൊന്നുമില്ല. അതായത് അവിടുന്ന് ആ ഒരു എമിറേറ്റ്സിൽ നിന്ന് അവർ നമുക്കൊരു ഫോട്ടോ എടുത്തരും ഫസ്റ്റ് ഫ്ലൈറ്റൊക്കെ ആകുമ്പം. അപ്പം അങ്ങനെ അവർ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ലാഗ് അടുപ്പിച്ച് നിർത്തി. അങ്ങനെ അത്യാവശ്യം എല്ലാവരും ഇറങ്ങിപ്പോയിട്ടാണ് എനിക്കത് എടുക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് ലഗേജ് എടുത്ത് കൊണ്ട് ചെന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ലഗേജ് അഗെയിൻ സ്കാൻ ചെയ്ത് കയറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്കാൻ ചെയ്യുമ്പോഴാണെങ്കിലും
അടുത്ത് നമുക്ക് നോർത്തേൺ അയർലൻഡിലേക്കാണ് പോകേണ്ടത്. അപ്പം നോർത്തേൺ അയർലാൻഡിൽ പോകുമ്പോൾ അവർ ചെറിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലഗേജ് അവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അടി ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെയോ അത് സമ്മതിപ്പിച്ച് കയറ്റി വന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റിൻ്റെ ഫൈനൽ കോളായി. എന്നിട്ടാണ് ഞാൻ ഓടിച്ചെന്ന് കയറിയത്. എന്നിട്ടാണെങ്കിൽ വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ഫ്ലൈറ്റിൽ കയറി പറ്റി. പിന്നെ സെറ്റായിരുന്നു. എന്നാലും നമുക്കൊരു 2 hours ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പം എഗെയിൻ നമുക്കിതുപോലെ തന്നെ എന്താ പറയുക, കാഴ്ചകൾ ആസ്വദിക്കാൻ മാത്രം ആ സമയത്ത് പറ്റില്ല. എനിക്കാണെങ്കിൽ മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് വലിയ വലിയ കളികളൊന്നും പറ്റില്ല. പടം തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കണ്ടു തീർത്തേ. നമുക്ക് ബുക്ക് വായിക്കാനും ഒന്നും പറ്റില്ല, പക്ഷെ അതൊക്കെ ജസ്റ്റ് മറച്ച് നോക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ഫൈനലി ഞാൻ ലോഗൻ എയറിലായിരുന്നു. അപ്പം അതിനും ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലെത്തി. ഞാൻ ഹസ്ബൻഡ് അവിടേക്ക് ട്രാവൽ ചെയ്യാനായിരുന്നു ഈ കണ്ടത് മൊത്തം